മലപ്പുറത്തിന്റെ മതസൗഹാർദ്ദത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലാതെയാണ് മന്ത്രി സജി ചെറിയാൻ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതെന്നാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ.പി. സ്മിജി മീഡിയ വണിനോട് പ്രതികരിച്ചത്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. ജില്ലയെ അപമാനിക്കുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചതെന്നും സ്മിജി പറയുന്നു. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നടത്തിയ പ്രസ്താവന, അദ്ദേഹത്തിന്റെ വർഗീയപരമായിട്ടുള്ള പ്രസ്താവന ഇപ്പോൾ വലിയ തരത്തിൽ വിവാദമാകുന്നൊരു സാഹചര്യമുണ്ട്. CPM ഒഴികെയുള്ള എല്ലാവരും അതിനെതിരെ രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞ രണ്ട് സ്ഥലങ്ങൾ, ഒന്ന് കാസർഗോഡും മലപ്പുറമാണ്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് നോക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവരുടെ പേരുകൾ, ജയിച്ചു വന്നവരുടെ പേരുകൾ നോക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ജയിച്ചു വന്നവരുടെ പേരുകൾ നോക്കിയപ്പോൾ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്മിജിയുടെ പേര് കൂടി കണ്ടു. A.P. ഉണ്ണികൃഷ്ണന്റെ മകൾ A.P. സ്മിജി തന്നെ ഇപ്പോൾ നമ്മളൊപ്പം ചേരുന്നു. സജി ചെറിയാൻ പറഞ്ഞത് ജില്ലാ പഞ്ചായത്തിൽ ജയിച്ചു വന്നവരിലേക്ക് നോക്കൂ എന്നാണ് പറഞ്ഞത്. നമ്മൾ നോക്കുമ്പോൾ സ്മിജിയൊക്കെ കാണുന്നുണ്ട്. അതെ, സ്മിജിയെ മാത്രമല്ല, വഴിക്കടവെന്ന് ജയിച്ച ജോഷ്മി തോമസിനടക്കം, അതുപോലെ ആരതി പ്രദീപ് ആണെങ്കിലും, തേഞ്ഞിപ്പാലത്ത് ജയിച്ച ഷാജി പാച്ചേരി, അതുപോലെ പെരിന്തൽമണ്ണ, പറയുക ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് ലിസ്റ്റുകൾ കാണും. ഒരു മതേതരത്വം എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്കാണ് ബഹുമാനപ്പെട്ട സജി ചെറിയാന്റെ വാക്കുകൾ. മലപ്പുറം ജില്ല തുടക്കം മുതലേ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവാണ് ഇത് പറയുന്നതും കൂടെ നമ്മൾ ഓർക്കണം, അല്ലെ? അപ്പൊ മലപ്പുറം ജില്ലയിൽ ഇപ്പൊ മമ്പറം ആണെങ്കിലും, അതുപോലെ മമ്പറം നേർച്ച, ഇപ്പൊ തിരുനാവായിൽ കുംഭമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മലപ്പുറം ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് യാതൊരു അറിവോ ഒന്നും നോക്കാതെയാണ് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ വരുന്നത്. ഒരു മന്ത്രിയാണ് പ്രസ്താവന, അതൊരു ടെക്സ്റ്റ് സ്ലിപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയുമോ, അതോ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നില്ല? ഒരിക്കലുമല്ല. കാരണം വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം പറയുകയുണ്ടായി കാസർഗോഡ്, മലപ്പുറം എന്ന്. പ്രത്യേകിച്ച് മലപ്പുറത്തിന്റെ ലിസ്റ്റ് എടുത്ത് അദ്ദേഹം ഇനി ഏത് ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാണ് ഇങ്ങനെ സംസാരിച്ചതെന്ന് പോലും നമുക്കറിയില്ല. കാരണം മലപ്പുറം ജില്ലയുടെ ഉപാധ്യക്ഷയായിട്ട് അഡ്വക്കേറ്റ് സ്മിജി എന്നൊരു പറയുന്ന ഒരു പേര് അദ്ദേഹം ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ജോഷ്മി തോമസ് തുടങ്ങി, ഞാൻ പറഞ്ഞ ഈ പേരുകൾ, ഷജിനി ഉണ്ണി തുടങ്ങി ഒരുപാട് പേര് ഈ ലിസ്റ്റിൽ ഉണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് എന്നതിലുപരി ഒരു മന്ത്രിയാണ് ഇങ്ങനെ പറയുന്നത്? അതൊരിക്കലും നമുക്കൊരു മലപ്പുറം ജില്ലയോടുള്ള അവഹേളന അല്ലെങ്കിൽ ഒരു തീവ്രവാദത്തെ പ്രതിബന്ധയോടുകൂടിയാണ് എല്ലാം കാണുന്നത്. ലീഗ് ഇത്തരത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന തരത്തിലുള്ള കൂടിയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതെ, തീർച്ചയായും അതിനുള്ള മറുപടി ഇന്നലെ തന്നെ ശ്രീ P.K. കുഞ്ഞാലിക്കുട്ടി സാഹിബും അതുപോലെ തന്നെ സാദിഖലി തങ്ങളും അടക്കം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ലയെ ഒരു തീവ്രവാദത്തിലോട്ടേക്ക് കൊണ്ടുപോകുന്നത്? മുസ്ലിങ്ങൾ ഒരുപാട് തിങ്ങി പാർക്കുന്നത് കൊണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം അടക്കം പറഞ്ഞിട്ടുണ്ട്, മലപ്പുറം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും കിട്ടില്ല എന്ന് പറയുന്നതാണ്. വെള്ളാപ്പള്ളി മലപ്പുറത്തെ കുറിച്ച് ഇടക്കിടക്ക് പറയാറുണ്ട്. പക്ഷെ ഇത് ഒരു സാംസ്കാരിക മന്ത്രി കൂടി. അതെ അതെ അതെ, അതാണ് ഇതിൽ ഏറ്റവും വ്യത്യസ്തമാക്കുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞതിന് തിരുത്തി പറഞ്ഞിട്ടുണ്ട്. കഷ്ടമാണ്. സ്മിജിയെ പോലെയുള്ള ആളുകൾക്ക് അവരുടെ മതം കൂടി പറയേണ്ടി വരുന്ന ഒരു ഗതികേട്. ഈ സ്മിജിയുടെ അച്ഛൻ തന്നെ A.P. ഉണ്ണികൃഷ്ണൻ 2 തവണ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനായിരുന്നു മലപ്പുറം.